നമസ്കാരം. ഭാഷാസ്നേഹം ഭാഷാ ഭ്രാന്താകരുതെന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ ടി പത്മനാഭന്റെ വാക്കുകളിൽ തുടങ്ങുന്നു ഇന്നത്തെ ചർച്ച. സ്വന്തം ഭാഷയ്ക്ക് മുകളിൽ വാളുയർന്നാൽ നമ്മൾ മലയാളികൾ പ്ലക്കാർഡ് ഉയർത്തുകയും പ്രസംഗിക്കുകയും വേണമെങ്കിൽ പ്രതിഷേധ ഘോഷയാത്ര നടത്തുകയും ചെയ്യും. പക്ഷേ തമിഴൻ ജീവൻ ത്യജിച്ചുകൊണ്ടാകും പ്രതിഷേധിക്കുക. തമിഴ് ഭാഷയോളം ആളിക്കത്തിക്കാവുന്ന മറ്റൊന്നുമില്ല ആ സംസ്ഥാനത്ത്. ഒരു രാജ്യം ഒരു ഭാഷ എന്ന കേന്ദ്ര സർക്കാരിന്റെ പരോക്ഷവാദങ്ങളെ എതിർത്തുകൊണ്ട് തമിഴ്നാട് പലപ്പോഴായി കൊടുത്ത മറുപടികളുമുണ്ട്. അതിന്റെ തുടർച്ചയാണ് രൂപയുടെ മുഖം പോലും തമിഴാക്കി മാറ്റിയുള്ള സ്റ്റാലിന്റെ പ്രതിഷേധം. സംസ്ഥാനം ഭരിക്കുന്ന DMK തൊട്ട് TVK നയിക്കുന്ന വിജയും കമൽഹാസനുമെല്ലാം പരസ്പരം യുദ്ധം ചെയ്യാതെ ഒറ്റക്കെട്ടായി കേന്ദ്രത്തോട് പറയുന്നത് തമിഴിനെ തൊട്ടുകളിക്കരുത്, ഹിന്ദി അടിച്ചേൽപ്പിക്കരുത് എന്നാണ്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ആദ്യം സമ്മതിച്ചിട്ട് അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് DMK പിറകോട്ടു പോവുകയായിരുന്നു എന്ന് കേന്ദ്രം ആരോപിക്കുന്നു. അപ്പോൾ 3 ചോദ്യങ്ങളാണ് ഉയരുന്നത്. കേന്ദ്ര അജണ്ട ഇന്ത്യക്ക് പകരം ഹിന്ദി നടപ്പാക്കാനാണോ? ത്രിഭാഷാ നയത്തിന് ഈ കാലത്ത് മുഖം തിരിക്കേണ്ടതുണ്ടോ? ഭാഷാ അരക്ഷിതത്വം വളർത്തി വോട്ട് നേടാനാണോ DMKയുടെ നേട്ടം? ഇനി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഏകപക്ഷീയമായി പാർലമെന്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര നീക്കങ്ങൾക്കെതിരെ ചെന്നൈയിൽ പ്രതിഷേധമുയർത്താൻ ഒരുങ്ങുക കൂടിയാണ് സ്റ്റാലിൻ. പോർമുഖം കടുപ്പിക്കുകയാണ് സ്റ്റാലിൻ. ആ പോരാട്ടം തെരഞ്ഞെടുപ്പ് വരെ മാത്രം നീളുന്ന മുഖംമൂടിയാണോ അതോ ആളിക്കത്തുന്നോ ശരിക്കും നമ്മുടെ അയൽ സംസ്ഥാനത്ത് തമിഴ് വികാരം? പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസ്, ഷാബു പ്രസാദ്, ഒപ്പം CB സത്യൻ. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും TVK അടക്കമുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികളെ ഉദയം ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആഞ്ഞടിക്കാനുള്ള വികാരം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് തമിഴ് വികാരം തന്നെയാണ്. ആ തമിഴ് വികാരത്തിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ DMK നടത്തുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും തമിഴ്നാടിന്റെ നയം അത് തന്നെയാണ്, ആ തമിഴ് വികാരം തന്നെയാണ്. ഒരു രാഷ്ട്രീയ കളിയാണ് സ്റ്റാലിൻ കളിക്കുന്നത്. അങ്ങനെ ഒരു വികാരം ആളിക്കത്തിക്കാനാണ് DMK ശ്രമിക്കുന്നത് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് കരുതുന്നത് അപർണ. തമിഴൊരു വികാരമാണ്. ആ വികാരം ആളിക്കത്തിച്ചാൽ രാഷ്ട്രീയമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് മറ്റാരേക്കാളും നന്നായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയാം. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്നാണല്ലോ പറയുക. ആ സ്റ്റാലിൻ എന്ന പദം തന്നെ സോവിയറ്റ് നേതാവ് സ്റ്റാലിൻ, ആ സ്റ്റാലിൻ്റെ പേര് അത് തീർച്ചയായിട്ടും തമിഴ് പേരല്ല. അപ്പോൾ ആ പേര് പോലും തമിഴല്ലാത്ത ഒരു പേരുള്ള ഒരാൾക്ക് എത്രത്തോളം തമിഴ് വികാരത്തെ ആളിക്കത്തിക്കാം എന്ന് BJPയുടെ നേതൃത്വം, തമിഴ്നാട്ടിലെ BJPയുടെ നേതൃത്വം, അണ്ണാമലയും അതുപോലെ തമിഴ് SI ഒക്കെ പറയുന്ന നമ്മൾ കേട്ടതാണ്. അപ്പം ഇവിടെ MK സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു കാരണവശാലും അധികാരം നഷ്ടപ്പെടാതിരിക്കാനായി തമിഴ് വികാരം ആളിക്കത്തിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി, പരമ്പരാഗതമായ വഴി, അതെല്ലാ ദ്രാവിഡ കക്ഷികളും പരമ്പരാഗതമായി പയറ്റിയിരുന്ന വഴിയാണ് ആൻറ്റി ഹിന്ദി ആൻറ്റി ബ്രാഹ്മണിക്കൽ റെറ്ററിക്. അപ്പോൾ അത് EVR പെരിയാർ കൊണ്ടുവന്ന ആ ഒരു ചിന്താധാര, ആ ചിന്താധാരയാണല്ലോ DMK ആകട്ടെ, അണ്ണാ DMK ആകട്ടെ, MDMK ആകട്ടെ, DMDK ആകട്ടെ, എല്ലാ PMK പട്ടാളി മക്കൾ കക്ഷി എന്ന് വേണ്ട എല്ലാ തമിഴ് രാഷ്ട്രീയ കക്ഷികളും ദ പ്ലഡ്ജ് ബൈ ദ്രവീഡിയനിസം. അപ്പോൾ ദ്രവീഡിയനിസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പ്രിയപ്പെട്ട തമിഴ് ഭാഷ. അപ്പോൾ തമിഴ് ഭാഷ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുമില്ല. അങ്ങനെയാണ് വിദ്യാഭ്യാസ നയം, അത് ത്രിഭാഷാ പദ്ധതി തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് എന്നത് സമ്മതിക്കുമ്പോഴും ഒരു ദേശവ്യാപകമായ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ഒരു ഓരം ചേർന്ന് നിൽക്കണമല്ലോ. പക്ഷേ തമിഴ്നാട് റെസിസ്റ്റ് ചെയ്തു നിന്നു. എക്കാലത്തും തമിഴ്നാട് റെസിസ്റ്റ് ചെയ്തു നിന്നു. ഇപ്പോഴിതാ പാർലമെൻറ്റിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരെ പരിഹസിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ചില പരാമർശങ്ങൾ, തമിഴ്നാട്ടിലെ ആളുകളെക്കുറിച്ച് മൊത്തത്തിൽ നടത്തിയ ചില ഡെറോഗേറ്ററി റിമാർക്സ്,
അതിൽ കയറി പിടിച്ചുകൊണ്ടാണ് ഈ വികാരം ആളിക്കത്തിക്കുന്നത്. അതിൽ നിന്നും ഊർജം കൈക്കൊണ്ടുകൊണ്ടാണ് തമിഴ്നാട് ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ഈ ലോഗോ തന്നെ, റുപ്പി എന്ന ലോഗോ, ഒരു തമിഴൻ ഇപ്പോൾ 15 വർഷമായി, 2010 മുതൽ കഴിഞ്ഞ 15 വർഷമായി നിലവിലുള്ള തമിഴ് റുപ്പിയുടെ ലോഗോ എന്ന് പറയുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റിലെ ഒരു ലോഗോയാണ്. അതൊരു ലോഗോ മത്സരത്തിൽ 2009 നടന്ന, അന്ന് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, UPA ഗവൺമെൻറ്റാണ്, അവിടെ DMK ഘടകകക്ഷിയുമാണ്. DMKയുടെ തന്നെ അന്ന് തമിഴ്നാട് നിയമസഭയിലെ ഒരു അംഗമായിരുന്ന ഒരാളിൻ്റെ മകൻ ആണ്, അതായത് ആ വ്യക്തി കൊണ്ടുവന്ന ലോഗോയാണ്. അതായത് ധർമ്മലിംഗം എന്ന് പറയുന്ന MLAയുടെ മകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോഗോ എത്രത്തോളം സ്വീകാര്യമാണ് തമിഴ്നാട്ടിൽ, അതാണ് ഇപ്പോഴത്തെ വിഷയം. ഇപ്പം തമിഴ് മകൻ തന്നെ കൊണ്ടുവന്ന ലോഗോ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് സ്വീകാര്യമല്ല. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ച കരുണാനിധി പോലും അംഗീകരിച്ച, വളരെ വളരെ ചേർത്ത് പിടിച്ച ആ ചെറുപ്പക്കാരനെ, IIT പ്രോഡക്റ്റാണ് പുള്ളി, ബോംബെ IITയിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, ബുദ്ധിജീവിയാണ്, അക്കാഡമിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുത് അതുപോലും അംഗീകരിക്കാതെ ഇപ്പോഴിതാ പുതിയ രൂപായ് എന്നതിൻ്റെ തമിഴ് രു എന്ന ആ ഒരു വാക്ക് മാത്രം ആകർഷകമായ ഒരു സിമ്പലാക്കിക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് വരെ ഇല്ലാതിരുന്ന ഒരു ഭാഷാ സ്നേഹം ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി ശ്രീ മോഹൻ വർഗീസ്, ഒറ്റക്കെട്ടായിട്ട് അതിപ്പോൾ വിജയ് ആണെങ്കിലും ശരി, കമൽഹാസൻ ആണെങ്കിലും ശരി, ADMK ആണെങ്കിലും ശരി, അണ്ണാമലയെ മാറ്റി നിർത്താം. അണ്ണാമലയുടെ ശബ്ദം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ശബ്ദമാണ്. ബാക്കി ഉള്ളവരെല്ലാം ഒരേ വാക്കിലാണ് പറയുന്നത്, ഇതല്ല കേന്ദ്രം ചെയ്യുന്നത്, ഭാഷയുടെ വിഷയത്തിനകത്ത് ഒരു തരിമ്പു പോലും വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഒറ്റക്കെട്ടായിട്ടാണ് ഇതൊരു രാഷ്ട്രീയ നിലപാടാണെങ്കിൽ പോലും അത് പുറത്തേക്ക് വരുന്നത്. അതെങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കേന്ദ്ര സർക്കാർ? ആ വിഷയത്തിൽ എല്ലാ തമിഴ് കക്ഷികളും, BJP ഒഴിച്ചുള്ള എല്ലാ തമിഴ് കക്ഷികളും ഒറ്റക്കെട്ടാണ്. എക്കാലത്തുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് വേറിട്ട് നിൽക്കേണ്ട ഒരു കക്ഷി എന്ന് പറയുന്നത് പുതുതായി രൂപീകരിച്ച തമിഴക വെട്രി കഴകം, വിജയൻ്റെ കക്ഷിയാണ്. വിജയൻ്റെ കക്ഷിക്ക് പോലും അറിയാം, തമിഴ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം എങ്കിൽ ദ്രാവിഡ വികാരം, തമിഴ് വികാരം ആളിക്കത്തിച്ചെങ്കിലേ പറ്റൂ. അത് സ്റ്റാലിൻ ആളിക്കത്തിക്കുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ തമിഴകത്തെ വേരോട്ടമുണ്ടാകൂ. ഇതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. തമിഴകത്തെ ദ്രാവിഡ സ്വത്വത്തിന് അതീതമായ ഒരു ദേശീയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ ഒരു തീപ്പൊരി നേതാവാണല്ലോ. അപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ റാഡിക്കൽ ഒരു നേതാവാണ് അണ്ണാമലൈ. അപ്പോൾ അണ്ണാമലൈ മാത്രമാണ് ഇതിനെതിരെ പ്രതികരിച്ചതും. എന്തുകൊണ്ട്? അപ്പോൾ ഇതിൻ്റെ വൈരുദ്ധ്യത്തെ, തമിഴകത്ത് നടക്കുന്ന പല നീക്കങ്ങളുടെയും ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ പിന്നിലെ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഏകയാൾ അണ്ണാമല മാത്രമാണ്. അത് തമിഴിസൈ സെൽവിയും അവരും അത് കാണിച്ചു. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് തമിഴ്നാട്ടിലെ എല്ലാ പ്രാദേശിക കക്ഷികൾക്കും നേട്ടമുണ്ട്. കോൺഗ്രസ് ആണ് ഇവിടെ വെട്ടിലായിരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസുമായി നല്ല ബന്ധത്തിലാണ് തമിഴ്നാട്ടിലെ ഈ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ CPM ആകട്ടെ, CPI ആകട്ടെ, മുഖ്യകക്ഷിയായ DMK ആകട്ടെ, ഒരു കെട്ടുറപ്പോടുകൂടി തന്നെയാണ് പോകുന്നത്. മാത്രമല്ല DMK കോൺഗ്രസിന് വലിയൊരു പൊളിറ്റിക്കൽ സ്പേസാണ് തമിഴ്നാട് നൽകുന്നത്. അവർക്ക് യഥാർത്ഥത്തിലുള്ള പിന്തുണയേക്കാൾ കൂടുതൽ സ്പേസ് ഘടകകക്ഷികൾക്ക് നൽകുന്നു. അതുകൊണ്ട് സ്റ്റാലിൻ ഘടകകക്ഷികളോട് മയമുള്ള നിലപാടും, ദേശീയ രാഷ്ട്രീയത്തിൽ തമിഴ്നാടിൻ്റെ മുഖം, സൗത്ത് ഇന്ത്യയുടെ മുഖം, മൊത്തത്തിൽ സൗത്ത് ഇന്ത്യയുടെ മുഖമായി മാറാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി ചെന്നൈയിൽ വെച്ച് മുഖ്യമന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും സഹകരിക്കാവുന്ന എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചു കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടെ വ്യാപകമായ അർത്ഥത്തിൽ ഡീലിമിറ്റേഷന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു പവർ സ്ട്രക്ചറിലെ മാറ്റം. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം പരമാവധി നടപ്പാക്കിയ തമിഴ്നാടും കേരളവും പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ദോഷകരമാകുന്ന രീതിയിൽ ഈ പുതിയ ഡീലിമിറ്റേഷൻ, ഈ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ക്രമീകരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധമുയരണം. അതുകൊണ്ടാണ് ദൂതന്മാരെ അയച്ചിരിക്കുകയാണ് കേരളത്തിലേക്ക്. ഇന്ന് തമിഴ്നാടിൻ്റെ IT മന്ത്രിയും ഒരു MP-യും ഇവിടെ വന്നു. അതുപോലെ ആന്ധ്രാപ്രദേശിലെത്തി, TRSൻ്റെ ആളുകളെ കണ്ടു. അതുപോലെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസിൻ്റെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയെ കണ്ടു. തെലങ്കാനയിലെത്തി ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കണ്ടു. പ്രതിപക്ഷത്തിരിക്കുന്ന BRSൻ്റെ നേതാക്കളെ കണ്ടു. കർണാടകത്തിലെത്തിയ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും
അതുപോലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടു. അങ്ങനെ ഒറീസയിൽ ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ്. അപ്പം പരമാവധി സംസ്ഥാനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഓൾ പാർട്ടി മീറ്റാണ് കേന്ദ്രത്തിനെതിരെ. അപ്പൊ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കുന്തമുനയാകാൻ ശ്രമിക്കുന്ന ഡീലിമിറ്റേഷനിലേക്ക് കൂടി നമുക്ക് വിശദമായിട്ട് വരാം. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇതൊരു തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ഗിമ്മിക്കാണെങ്കിൽ പോലും അവിടെയുള്ള ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അതിനൊപ്പം നിൽക്കുകയാണ്. സ്റ്റാലിൻ എന്താണോ പറയുന്നത് ഒപ്പം നിൽക്കുകയാണ്. ഒരു മാസമെങ്കിലും തമിഴ്നാട്ടിൽ പോയി നിന്നിട്ടുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം ഈ ദ്രാവിഡ വികാരം എന്ന് പറയുന്നത് ഇല്ലാത്തതല്ല, അത് അവരുടെ രക്തത്തിലുള്ള കാര്യമാണ്. അതിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് DMK പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ആയിക്കോട്ടെ, അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അണ്ണാമലയുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോകില്ലേ? ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, നാമും ഈ തമിഴ് ജനതയും തമിഴ്നാട്ടുകാരും എല്ലാം ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. 21ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. 60കളിലെയും 70കളിലെയും ഒക്കെ അന്ന് പെരിയോറും കരുണാനിധിയൊക്കെ ആളിക്കത്തിച്ച ആ തമിഴ് വികാരത്തിനെതിരെ അതിനനുസരിച്ച് അവരുടെ അവരുടെ വടിക്കൊത്ത് തുള്ളുന്ന ആ തമിഴിന്റെ അന്നത്തെ ആ കാലം അല്ല ഇത്. ഇത് ലോകം കണ്ട തമിഴരാണ്. ഇവർക്ക് ആഗ്രഹമുണ്ടാവും, ഇവരുടെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ. അതായത് സ്വന്തം ഭരണ നേട്ടം പറഞ്ഞു, സ്വന്തം ആ ഒരു നടപ്പാക്കിയ ജനക്ഷേമകരമായ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം ഈ രീതിയിലേക്ക് മാറിയത്. എന്നാൽ ഇപ്പൊ കാലം മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ട്വിറ്റർ ക്യാമ്പയിൻ ഒക്കെ നടന്നിരുന്നു. ആ ട്വിറ്റർ ക്യാമ്പയിനിൽ അതായത് ഗെറ്റ് ഔട്ട് മോദി എന്നും പറഞ്ഞുകൊണ്ട് ഇവരും DMKയും, എന്നാൽ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്നും പറഞ്ഞുകൊണ്ട് അണ്ണാമലയും സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അകത്ത് വളരെ വലിയ പിന്തുണയാണ് അണ്ണാമലയുടെ ആ ഒരു മൂവ്മെന്റിന് കിട്ടിയത്. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു തമിഴ് മുഖമായി കറക്റ്റ് ആ ഒരു പക്ക തമിഴൻ തന്നെ വരുന്നത് ഇതുവരെ ആദ്യമായിട്ടാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ മുഖമായിട്ടും വന്നിട്ടില്ല ആരുടെയും. അവിടെയാണ് ശരിക്ക് അണ്ണാമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ആ തമിഴ്നാടിന്റെ ആ ഒരു വ്യക്തിത്വത്തിന്റെ തമിഴ്നാടിന്റെ ഒരു റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ആ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള, ആ കാലിബറുള്ള, വിദ്യാഭ്യാസമുള്ള, ലോകവിവരമുള്ള, അങ്ങനെ അനുഭവ സമ്പത്തുള്ള, കമ്മിറ്റ്മെന്റ് ഉള്ള ആ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ് അണ്ണാമല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഘടകങ്ങളെല്ലാം കൂടെ വർക്ക് ചെയ്യുമ്പോൾ 60കളല്ല ഇത്, 60കളിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്ത ഈ DMKക്ക് അത് ബോധ്യപ്പെടാൻ കുറച്ച് സമയം കൂടെ മതിയാകും. ആ കാലം കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇത് നമുക്കിനിയും കാത്തിരുന്ന് കാണാവുന്ന കാര്യങ്ങൾ. ശ്രീ ഷാബു പ്രസാദ്, നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ദേശീയ വിദ്യാഭ്യാസ നയം കാവ്യ നയമാണ്, അത് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് തമിഴ്നാട് പറയുമ്പോൾ ഇതിനൊരു വിഷയമുണ്ട്. കേന്ദ്ര സർക്കാർ പോലും പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമെന്നാണ്. ഈ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും ഇത് പറയാനുള്ള ഒരു അധികാരമുണ്ടല്ലോ. ഞങ്ങൾ നടപ്പാക്കിയതാണ് ശരി, അതല്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതൊരു താരതമ്യ പഠനം പോലും നടത്താത്ത രീതിയിലാണ് വിദ്യാഭ്യാസ നിലവാരം നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇനി അടിച്ചേൽപ്പിക്കാൻ പോകുന്ന നയം അല്ല ഗുണകരമായിട്ടുള്ളത് എന്ന് പറയുന്നിടത്തൊരു മെറിറ്റ് ഇല്ലേ? ഒരു കാര്യമുണ്ട്, എന്താണ് ഇവർ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നത്? ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം എന്താണെന്നറിയോ? പ്രാദേശിക ഭാഷകൾക്ക് പ്രാമുഖ്യം വേണം എന്നുള്ളത് തന്നെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ വേണം എന്നുള്ളതാണ്. കഴിയുന്നതും ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ കഴിഞ്ഞ ദിവസമാണല്ലോ അമിത്ഷാ പറഞ്ഞത്, ഇവിടെ ഇത്ര വലിയ ഭാഷാ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ MBBSന്റെയും എഞ്ചിനീയറിംഗിന്റെയും അതേപോലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെയും എല്ലാം സിലബസ് അല്ല, അതിന്റെ മാധ്യമം തമിഴിലേക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് പറഞ്ഞത്. പ്രാദേശിക ഭാഷകൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കിട്ടണം എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഡൽഹിയിൽ.
ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളെയും പ്രാദേശിക ഭാഷകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അനുവാദിനി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷ, ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെക്കാളിലൊക്കെ വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഇന്ത്യൻ റിയാലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. ആ ട്രാൻസ്ലേഷൻ, അതായത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ, സ്പീച്ചിൽ അന്നേരം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അനുവാദിനി ചെയ്താൽ കിട്ടും. പ്രാദേശിക ഭാഷകൾക്ക്, അതേപോലെ ഓരോരുത്തർക്കും മാതൃഭാഷകൾക്ക് അങ്ങേയറ്റം പ്രാധാന്യമാണ് കൊടുക്കുന്നത്. വളരെ അതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ വേണം എന്നുള്ളത്. മാതൃഭാഷയിലേ അത് കഴിഞ്ഞിട്ട് മതി പിന്നുള്ള ഈ ത്രിഭാഷാ പദ്ധതിയിലേക്ക് കടക്കാൻ. പ്രാഥമിക വിദ്യാഭ്യാസം ഒരു കുട്ടി, നമ്മുടെ കേരളത്തിലെ എത്ര രക്ഷിതാക്കൾക്കത് രുചിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുമ്പോഴേ അടുത്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നവരാണ്. മലയാളം അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അഭിമാനം കൊള്ളുന്ന വളരെ വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവിടെയാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷ അതാത് മാതൃഭാഷകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം വരുന്നത്. അവിടെ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലും കൂടെ ഒരു പ്രചരണം, ആ യാഥാർത്ഥ്യം കൂടെ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവിടെ ആരെ സപ്പോർട്ട് ചെയ്യണം? ഏതാണ് അതിന്റെ ഈ ഇവരുടെ പ്രചരണത്തിന്റെ കുന്തമുനെ ഒടിക്കാൻ ഇത് മതിയല്ലോ. ഓക്കെ, നോക്കാം അങ്ങനെ കുന്തമന ഒടിയുമോ പ്രചാരണത്തിന് എന്നുള്ളത് കൂടിയാണ്. തിരികെ ശ്രീ സിബി സത്യൻ, കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ത്രിഭാഷാ നയം നല്ലതല്ലേ എന്നേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും എത്രയോ കാലമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദ്വിഭാഷാ നയത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് MK സ്റ്റാലിൻ പറയുകയും, അങ്ങനെയല്ല, ഇത് ആദ്യം സമ്മതിച്ചിട്ട് പിന്നീട് ബാക്കൗട്ട് ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ട് നമുക്ക് ഈ സെനാരിയോ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് 3 ഭാഷയും പഠിച്ചുകൂടാ എന്നുള്ള ചോദ്യമേ ഉയർത്താൻ കഴിയുള്ളൂ. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം ത്രിഭാഷാ നയത്തിൽ ഉണ്ടാകുന്നുണ്ടോ യഥാർത്ഥത്തിൽ? നമ്മൾ ഈ വിഷയത്തെ 2 തലത്തിൽ നോക്കിക്കാണണം. ഒന്ന്, ഇതിനൊരു കൾച്ചറൽ സൈഡ് ഉണ്ട്, ഒന്ന് ഇതിനൊരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്. നമ്മളതിന്റെ കൾച്ചറൽ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളൊന്നാണ് തമിഴ് എന്ന് പറയുന്നത്. തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതത്തിന്റെ അല്ലെങ്കിൽ ദേവനാഗരിയുടെയോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ഭാഷയല്ല. വളരെ വ്യത്യസ്തമായിട്ട് അതിനു മുമ്പ് തന്നെ നിലനിൽക്കുകയും അതിശക്തമായിട്ട് ഒരു സാഹിത്യം ഉണ്ടാവുകയും വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് യഥാർത്ഥത്തിൽ വിളിക്കാവുന്ന, മലയാളത്തിനെ നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് അംഗീകരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ക്ലാസിക്കൽ അല്ല എന്ന് നമുക്കെല്ലാം അറിയാം. അതിനേക്കാൾ എത്രയോ പതിറ്റാണ്ടുകളുടെ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് തമിഴിന്. അപ്പോൾ ആ ഒരു അത്രയും വലിയൊരു കൾച്ചറുമായിട്ട് വരുന്ന ഒരു സംഭവമാണ് തമിഴ്. അപ്പോൾ ഈ തമിഴ് എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാഷ എന്ന നിലയ്ക്കും ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ ഡിഗ്നിറ്റി എല്ലാ കാലത്തും തമിഴിന് ഉണ്ടായിരുന്നു. അത് അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞതുപോലെ, അപ്പൊ ഈ 65 ത്രിഭാഷാ കോൺഗ്രസ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അന്നാണ് ഏറ്റവും വലിയ സമരം, തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നുണ്ടാവുന്നത്. ആ സമരം അന്ത്യം കുറിച്ചത് കോൺഗ്രസിന്റെ ഭരണത്തിലാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിനാണ്. ദേശീയ കക്ഷികൾ എന്ന് പറയുന്ന സാധനത്തിന്റെ വളർച്ചയെ കംപ്ലീറ്റ് ആയിട്ട് എന്നേക്കുമായിട്ട് ഇറോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ തമിഴിൽ രൂപപ്പെട്ടത് തന്നെ ഈ ത്രിഭാഷാ നയം നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രി അന്ന് ഭരിച്ച മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം പിന്നെ കോൺഗ്രസിനെ അവിടെ ക്ലച്ച് പിടിക്കാനായിട്ടില്ല. അതിനുശേഷം DMKയും മാറിയും തിരിഞ്ഞും ഭരിച്ച ഒരു ചരിത്രമാണ് തമിഴ്നാടിന്റേത്. ഇപ്പോ തമിഴ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് മറ്റൊരു ദശാസന്ധിയിലാണ്. അപ്പൊ ആ ദശാസന്ധി നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അതിലൊന്നാമത്തത് DMKയിൽ നിന്ന്, അതായത് ഈ ദ്രാവിഡ മുന്നേറ്റത്തിൽ നിന്ന്, ഈ ഭാഷാ സ്നേഹത്തിൽ നിന്ന്, ഈ ഭാഷാ പ്രക്ഷോഭത്തിൽ നിന്ന് രൂപം കൊണ്ട അല്ലെങ്കിൽ ശക്തി പ്രാപിച്ച DMK എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് 10 വർഷത്തിന് ശേഷം പിളർന്നു മാറിയ AIDMK, MGRന്റെ നേതൃത്വത്തിൽ പിളർന്നു മാറിയ AIDMK, അതിനുശേഷം ജയലളിതയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന AIDMK, ഈ AIDMK അതിശക്തമായിട്ട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ട തമിഴ് രാഷ്ട്രീയം ഈ 2 കക്ഷികൾ തമ്മിലുള്ള മത്സരമായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ 2 കക്ഷികൾക്കും അപാരമായ അഴിമതി ആരോപണങ്ങൾ കേട്ട സർക്കാരുകളാണ് രണ്ടും. ഭയങ്കരമായ അഴിമതി ആരോപണങ്ങൾ കേൾക്കുകയും ഭയങ്കരമായ കുടുംബവാഴ്ചയെ പറ്റിയുള്ള പരാതികൾ ഉയരുകയൊക്കെ ചെയ്തിട്ടും ഇതിനെ മാറ്റി ഏതെങ്കിലും ഒരു ദേശീയ കക്ഷിയെ പുണരാൻ തമിഴ് ജനത തയ്യാറായില്ല. നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കൾച്ചറൽ പോയിന്റ് ആണത്.
എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ വളരെ നമ്മൾ കേട്ടുള്ള ജയലളിതയുടെ എന്താ പറയുന്നത് അഴിമതി കഥകളുണ്ട്, നമ്മൾ കേട്ട DMKയുടെ അഴിമതി കഥകളുണ്ട്. ഇപ്പൊ ഈ 2G സ്കാം 3G സ്കാം എന്നൊക്കെ പറയുന്നത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് DMK ഫാമിലിയിലേക്ക് പോയ ഒരു വലിയ അഴിമതി കഥയാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രാദേശിക കക്ഷികളെ മാറ്റി നിർത്തി ദേശീയ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ പരീക്ഷിക്കാൻ തമിഴ് ജനത തയ്യാറാവാതിരുന്നത് എന്നുള്ളത് നിർണായകമായ ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നിലവിൽ AIDMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് അതിന്റെ അസ്തമന വേളയിലാണ്. കാരണം AIDMKയെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു കരിസ്മാറ്റിക് ലീഡർ നിലവിലില്ല. എടപ്പാളി പഴനിസ്വാമിക്കോ അല്ലെങ്കിൽ പനീർ സെൽവത്തിനോ ഒരിക്കലും ആ കരിസ്മയില്ല. അവർക്ക് ആർക്കും ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ അനിവാര്യമായ അന്ത്യത്തിലെത്തി നിൽക്കുകയാണ് AIDMK എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏറെക്കുറെ വിലയിരുത്താൻ സാധിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യഥാർത്ഥ പൊളിറ്റിക്സ് മുന്നോട്ട് വരുന്നത്. ഈ സ്പേസിലേക്ക്, അതായത് ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, അതിന് ഓപ്പോസിറ്റ് ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ സ്പേസ് ഒഴിഞ്ഞു കിടക്കും. അത് ഒഴിഞ്ഞു കിടക്കാൻ പറ്റില്ല. അത് നിലവിലെ AIDMK ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ AIDMK മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ആര് കടന്നു വരുന്നൊരു നിർണായകമായ ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റാലിൻ മുന്നോട്ട് പോകുന്ന ഏറ്റവും തന്ത്രപരമായ നീക്കങ്ങളിലൊന്നാണ് ഈ ഭാഷാ പ്രക്ഷോഭം. കാരണം ഈ ഭാഷാ പ്രക്ഷോഭത്തിൽ സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തോട് BJP ഒഴികെ, ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒന്ന് ചേർന്ന് നിന്നേ മതിയാവും. അതായത് ഈ അജണ്ട സ്റ്റാലിനാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ അജണ്ടയുടെ കൂടെ കമൽഹാസൻ നിൽക്കും. ഈ അജണ്ടയുടെ കൂടെ പുതിയതായിട്ട് വന്ന വിജയ് നിൽക്കും. കാരണം വിജയിന് വേറെ വഴിയില്ല. വിജയിന് ഈ സമയത്ത് BJPയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ സ്റ്റാൻഡ് എടുക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം തമിഴ് കൾച്ചറൽ യൂണിറ്റി എന്ന് പറയുന്നത് അത്ര ഭയങ്കരമാണ്. അപ്പൊ ഇതിനിടയിൽ ഒരേ ഒരു എതിർ ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദം അണ്ണാമലയുടേതാണ് അല്ലെങ്കിൽ BJPയുടേതാണ്. അപ്പൊ ചുരുക്കത്തില് സ്റ്റാലിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്ന AIDMKയുടെ അന്ത്യത്തോടുകൂടി ഉണ്ടാകുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഒരു കാരണവശാലും BJP കടന്നു വരാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഭാഷാ പ്രക്ഷോഭം. ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു പരിധിവരെ വിജയ് കുറച്ചുകൂടെ അകത്ത് കയറിയേക്കാം. പക്ഷെ വിജയിയൊക്കെ ഈ പറഞ്ഞതുപോലെ സ്റ്റാലിനൊക്കെ ഒരു പരിധി വരെ ഒരു പ്രതിപക്ഷത്ത് വന്നാൽ അംഗീകരിക്കും. BJPയെ ഈ കക്ഷികളെല്ലാം ഭയക്കുന്നുണ്ട്. അവരാരും BJP കടന്നു വരാൻ, ആ സ്പേസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഈവൻ കമലഹാസന്റെ പാർട്ടി ആയാലും ആഗ്രഹിക്കുന്നില്ല. അത് ഈവൻ AIDMK ആഗ്രഹിക്കുന്നില്ല. അത് ഈവൻ വിജയിന്റെ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം BJP ഒരിക്കൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് അവര് തമിഴ് രാഷ്ട്രീയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ധാരാളമുണ്ട്. പ്രാദേശിക കക്ഷികളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യും, പ്രാദേശിക കക്ഷികളുടെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതിൽ ഒരുപാട് വ്യക്തമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇവർ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് BJPക്ക്, അതായത് AIDMKയുടെ ഒഴിവ് മൂലം ഉണ്ടാകുന്ന വലിയ സ്പേസിലേക്ക് BJP കടന്നു വരാതെ അവരെ കൃത്യമായിട്ട് വെട്ടി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ആ ഉദ്ദേശം ഒന്നാം ഘട്ടത്തിൽ സ്റ്റാലിൻ വിജയിച്ചിരിക്കുന്നു. കാരണം തമിഴിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേ സ്വരത്തിൽ ഒരേ ഭാഷയിൽ തമിഴിന് വേണ്ടി സംസാരിക്കുന്നു. BJP എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട ശബ്ദമാവുന്നു. നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ നയത്തിലും മറ്റു കാര്യത്തിലും വലിയ സംഭവങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കാരണം കേരളത്തിൽ ഹിന്ദിക്ക് 10 മാർക്ക് പോലും വാങ്ങിക്കാത്ത ഒരു ശരാശരി ചായ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് ഓണർ ഇപ്പൊ മനോഹരമായ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം അയാളുടെ കടയിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ജീവനക്കാരും ഹിന്ദിക്കാരാണ്. ബീഹാറിൽ നിന്നോ UP യിൽ നിന്നോ വന്നവരാണ്. നമ്മൾ ബംഗാളികൾ എന്നോ ഓമന പേരിൽ വിളിക്കുന്ന ആൾക്കാർ. അതുപോലെ നാട്ടിലെ ഈ പറഞ്ഞ 10 വരെ പഠിക്കാത്ത പലചരക്ക് കച്ചവടക്കാരൻ ഇപ്പോൾ മനോഹരമായി ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ വിദ്യാഭ്യാസം കുറവുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഴം വിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ മനോഹരമായിട്ട് ഇപ്പൊ കേരളത്തിൽ ഹിന്ദി പറയുന്നുണ്ട്. ഇവരൊന്നും അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ട് ഹിന്ദി പറയുന്നതല്ല, മറിച്ച് അവരുടെ ആവശ്യകത കൊണ്ട് ഹിന്ദിയിലേക്ക് വന്നെത്തിയതാണ്. ഇതുപോലുള്ള ഒരു വലിയ സംഭവം തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് OTTകളും ചാനലുകളും ഉണ്ടാക്കിയ ഒരു സംഭവം, സിനിമകൾ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. എല്ലാ സിനിമകളും മറ്റു ഭാഷകളിലെല്ലാം, പണ്ടൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് 2000-ലൊക്കെ ഒരു പടം ചെന്നൈയിൽ റിലീസായി കഴിഞ്ഞാൽ അതേ ദിവസം കേരളത്തിൽ റിലീസാവണമെന്നില്ല. ഒരു ഹിന്ദി പടം ബോംബെയിൽ റിലീസായി കഴിഞ്ഞാൽ അത് കേരളത്തിൽ വരണമെങ്കിൽ ചിലപ്പോൾ 4-5 ആഴ്ച എടുക്കും. ഇന്നങ്ങനെയല്ല. ഇന്ന് ലോകത്തിലെ ലോക സിനിമകൾ തന്നെ ഇന്ത്യയിൽ റിലീസാവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഭാഷയുടെ ബാരിയേഴ്സ് നമ്മൾ ഏറെക്കുറെ മറികടന്നു. ഈ മറികടന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സമരത്തിനോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ നയത്തിനോ പോലും കാര്യമായ പ്രസക്തിയില്ല. കാരണം കൺവീനിയൻസ് ആണ് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഗതിയായിട്ട് മാറി. ഞാനും ചോദിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു ഈ പറയുന്ന പോലത്തുള്ള ഒരു വല്ലാത്തൊരു വികാരം ത്രിഭാഷാ നയത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ടാവുകയില്ല എന്നുകൂടിയാണോ? അങ്ങനെയല്ല.
ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഈ എല്ലാ പൊളിറ്റിക്കൽ അജണ്ടകളും ഒരു നറേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ഒരേ വിഷയത്തെ ആവർത്തിച്ച് 1000 വട്ടം പറഞ്ഞാൽ അതൊരു വലിയ വിഷയമായി മാറും. ഇപ്പം ത്രിഭാഷാ നയം എന്ന് പറയുന്ന മാത്രമല്ല, നിങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പോയിന്റ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് 5000 വർഷം പഴക്കമുള്ള തമിഴിന്റെ സംസ്കൃതിക്ക് മുകളിൽ ഹിന്ദിയുടെ സംസ്കൃതിയുടെ ആധിപത്യമാണ് എന്ന തരത്തിലേക്ക് ഒരു നറേറ്റീവ് മാറുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വൈകാരികതയെ തൊട്ടുണർത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ആ വൈകാരികതയിലാണ് പൊളിറ്റിക്സ് നിലനിൽക്കുന്നത്. ഇതൊരു സ്വത്വരാഷ്ട്രീയമാണ്. ഈ സ്വത്വരാഷ്ട്രീയത്തിൽ ഇപ്പൊ എഡ്ജ് കയ്യിലിരിക്കുന്നത് സ്റ്റാലിന്റെ കയ്യിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യെസ്, ഓക്കെ. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് വിജയ് വരുന്നു, AIADMK ഏതാണ്ട് പൂർണ്ണമായിട്ട് അസ്തമിച്ച ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അണ്ണാമലൈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ച് പറയുന്നു, ഒരു തീപ്പൊരി നേതാവിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ TVK വരികയും TVK DMKയുടെ അഴിമതിയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. കുടുംബ വാഴ്ച അഴിമതി നടത്തുകയാണ് എന്നൊക്കെ പറയുന്നു. ഏത് തരത്തിലേക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കിടയിലാണ് സ്റ്റാലിൻ സ്റ്റെപ്പ് മാറ്റിപ്പിടിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് തമിഴ് വികാരമാണ്. അതിപ്പോൾ ത്രിഭാഷയാണെങ്കിൽ അങ്ങനെ, അതൊരു രൂപ നോട്ടിന്റെ ലോഗോയാണെങ്കിൽ ആ തരത്തിൽ, മണ്ഡല പുനർനിർണയമാണെങ്കിൽ ആ തരത്തിൽ, ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. അത് ഡീലിമിറ്റേഷൻ തൊട്ട് ഭാഷ വരെ, അല്ലെങ്കിൽ ഭാഷ തൊട്ട് ഇങ്ങോട്ട്, ഈ തരത്തിൽ പറയുമ്പോൾ ഇതിനൊപ്പം നിൽക്കുകയല്ലാതെ TVKയ്ക്കും വഴിയില്ല, മറ്റുള്ളവർക്കും വഴിയില്ല. സ്വാഭാവികമായിട്ടും അത് സ്റ്റാലിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട ബിഫോർ ദ ഇലക്ഷൻ അതായി മാറുകയാണോ? ഇത് സ്റ്റാലിൻ്റെ അജണ്ട തന്നെയാണ്. ഒരു അജണ്ട സെറ്റ് ചെയ്തതിനു ശേഷം മറ്റെല്ലാ കക്ഷികളെയും ആ അജണ്ടയുടെ പുറത്ത് അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സ്റ്റാലിൻ, അല്ലെങ്കിൽ ക്ഷണിച്ചില്ലെങ്കിൽ പോലും അഭിപ്രായം പറയേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എല്ലാ കക്ഷികളും. അവിടെ ഓഡ് വൺ ഔട്ട് എന്ന നിലയിൽ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ BJP ഘടകം മാത്രമാണ്. കാരണം BJPക്ക് ഒരു ദേശീയ പെർസ്പെക്റ്റീവാണുള്ളത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് പോലും വ്യക്തമായ ഒരു കാര്യം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിനെതിരെയായിരുന്നല്ലോ. കാരണം തമിഴ് ദ്രാവിഡ കക്ഷികൾ യഥാർത്ഥത്തിൽ പോരാട്ടം നയിച്ചത് ഒരു കേന്ദ്ര കക്ഷി, ഹിന്ദിക്കാരുടെ കക്ഷി. തമിഴ്നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് ഹിന്ദിക്കാരുടെ കക്ഷി കൂടിയാണ്, പാൻഡ്യ കക്ഷിയാണ് അന്ന്. പക്ഷേ അവിടെ ഒരു തമിഴ് വികാരം ആളിക്കത്തിച്ച് ഉണ്ടായ പ്രാദേശിക കക്ഷി DK, ദ്രാവിഡ കഴകം, അതിൻ്റെ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകളാണല്ലോ പിന്നീട് തമിഴകം മുഴുവൻ രാഷ്ട്രീയമായി പ്രഭചൊരിഞ്ഞ് നിന്നത്. അപ്പം അവിടെ ഇപ്പം ഇനിയും ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ശംഖുലി മുഴങ്ങുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാം. കാരണം ഇതുവരെ പരിചിതമല്ലാത്ത ഒരു പുതിയ പ്ലെയർ വരികയാണ്. അതാണ് വിജയ്. സിനിമാ താരം, ഒരു തമിഴക വെട്രി ഘടകം എന്ന രീതിയിൽ വലിയ ഫാൻഫെയറോടുകൂടി വരികയാണ്. വലിയ രീതിയിലുള്ള ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്. ഒരു സിനിമാ താരം എന്ന നിലയിൽ തീർച്ചയായും വലിയ തോതിലുള്ള അംഗീകാരമുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ആക്ടർ എന്ന നിലയിൽ, പൊളിറ്റിക്കൽ പ്ലെയർ എന്ന നിലയിൽ, മൂവർ ആൻഡ് ഷേക്കർ എന്ന നിലയിൽ വിജയൻ അസ്തിത്വം തെളിയിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം വരുന്നു ഒരു വർഷത്തിൽ. ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ കാലമാണ്. ഇവിടെ ശ്രീ സിബി സത്യൻ പറഞ്ഞതിനോട് പൂർണ്ണമായി എനിക്ക് യോജിക്കാം. AIADMK MGRൻ്റെയും ജയലളിതയുടെയും ഒക്കെ പൈതൃകം പേറുന്ന ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം OPS EPS നേതൃത്വത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്ത രീതിയിൽ അണികളുടെ ഇടയിൽ വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യ പ്രതിപക്ഷ സ്ഥാനമെങ്കിലും പിടിച്ചെടുക്കാൻ ഒരുപക്ഷെ വിജയിൻ്റെ പാർട്ടിക്ക് കഴിയണമെങ്കിൽ അതേ നറേറ്റീവിൽ തന്നെ നിൽക്കണം. DMKയേക്കാൾ ഭംഗിയായി ഒരുപക്ഷെ തമിഴ് വികാരം ആളിക്കത്തിച്ച് നിർത്താൻ വിജയിന് കഴിയും എങ്കിൽ ഒരുപക്ഷെ വിജയ് വിൽ ബി ടേക്കൺ വെരി സീരിയസ്ലി ഇൻ തമിഴ്നാടു. അതുകൊണ്ടാണ് ദ്രാവിഡ സ്പേസിലേക്ക് മാത്രമാണ് എല്ലാ കക്ഷികളും, BJP ഒഴിച്ചുള്ള കക്ഷികളെല്ലാം കണ്ണെറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി എന്താണ്? ഒരു AIADMK പോലും ഭാരതീയ ജനതാ പാർട്ടിയുമായുള്ള ബാന്ധവം ഒഴിവായത് അതൊരു പക്ഷേ തമിഴ്നാട്ടിലെങ്കിലും ഒരു ബാധ്യതയാകും എന്ന ഒരു തിരിച്ചറിവ് നിന്നുകൊണ്ട്. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു നേതാവ് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ട് ഇടപെടുന്നു, എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു. DMKക്കെതിരെ പോലും യൂണിവേഴ്സിറ്റി സ്ട്രൈക്കിലൊക്കെ ആ തരത്തിലുള്ള നിലപാടുകൾ, അത് ഈ തമിഴ് വികാരം തന്നെ ഉയർത്തിക്കൊണ്ടുള്ള ചില നിലപാടുകളൊക്കെയാണ്. ഇത് കഴിയാതെ താൻ ചെരുപ്പിടുകയില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിംഗ് നിലപാടായിട്ട് പോകുന്നു. അത് ഫലം കാണുകയില്ല എന്നുകൂടിയാണ്. ഇവിടെ അണ്ണാമല മാത്രമല്ല അപർണ, ഇവിടെ അണ്ണാമലൈ മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ BJPയുടെ നേതൃത്വം
നരേന്ദ്രമോദി മുതൽ താഴേക്കുള്ള ഉന്നത നേതൃത്വം വലിയ ശ്രദ്ധയാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ. കാരണം തമിഴ്നാട് എക്കാലത്ത് ഒരു ബാലികേറ മലയായിരുന്നു ബി ജെ പിക്ക് MP ഉണ്ടായി, ശരിയാണ്. അത് AIDMK-യുമായിട്ടുള്ള ബാന്ധവത്തിൽ നിന്നുകൊണ്ട് തെക്കൻ തമിഴ്നാട്ടിൽ സീറ്റുകൾ ഉണ്ടായത്, ഒരു കോയമ്പത്തൂർ മേഖലയിൽ സീറ്റുണ്ടായി, ഒക്കെ ശരിയാണ്. പക്ഷേ ഒറ്റയ്ക്കൊരു അസ്തിത്വം 10% വോട്ട് ഷെയറിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ തമിഴ്നാടിന് പ്രിയപ്പെട്ട കൾച്ചറൽ നറേറ്റീവ്സ് ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിൽ ചെങ്കോൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. ചോള കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്, അധികാരത്തിൻ്റെ പ്രതീകമാണല്ലോ ചെങ്കോൽ. സംഘ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, കോൽ എന്ന് പറയുന്നത് രാജാധികാരത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. കോൽ എന്ന് പറയുന്നത് ഇടയ വിഭാഗങ്ങൾ, അധികാരം, അതായത് ആടുകളെ അല്ലെങ്കിൽ പൈക്കളെ മേയ്ക്കുന്ന ഇടയന്മാരുടെ കോലാണ്, ഒരു കമ്പാണ്. അതാണ് അധികാരത്തിൻ്റെ ആദിമ ചിഹ്നം. ആ ചിഹ്നം പാർലമെന്റ് വരെ കൊണ്ടുവരുന്നത് തമിഴ് വികാരത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ, തമിഴ് ഒരു സ്പിരിറ്റിനെ ഉദ്ദീപിപ്പിച്ച് നിർത്താനുമാണ്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും വന്ന ഹൈന്ദവ സന്യാസിമാരാണ് അതിന് കാർമ്മികത്വം വഹിച്ചതിലെ മുഖ്യ പങ്കും. അങ്ങനെ വരുമ്പോൾ തമിഴിനെ ചേർത്ത് പിടിക്കുന്ന, തമിഴ് ദേശീയതയെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ തമിഴ് വികാരത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു BJP, അത് തീർച്ചയായും ഇലക്ട്രൽ ഇൻറോഡ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതൊരു വശത്ത്. മറുവശത്ത് ഭാഷയുടെ മാത്രം കാര്യം വരുമ്പോൾ തീർച്ചയായും BJPക്ക് ഒരു പാൻ ഇന്ത്യ പാർട്ടിയായിട്ട് മാത്രമേ നിലനിൽക്കാനാവൂ. അങ്ങനെ മാത്രമേ നിൽക്കാനാവൂ. കോൺഗ്രസിനും അങ്ങനെ നിൽക്കാനാവൂ. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ നൂലാമാലകൾ ഒരു വശത്ത്, BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ത്രിഭാഷാ പദ്ധതി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രാദേശിക കക്ഷിയിൽ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോടും എനിക്ക് യോജിക്കാൻ കഴിയും. കാരണം ത്രിഭാഷാ പദ്ധതിയുടെ അന്തസത്ത തന്നെ ഈ മനസ്സുറച്ചു വരുന്നൊരു പ്രായത്തിൽ സ്വന്തം മാതൃഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം ഉണ്ടാകണം. പ്രാഥമിക വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ മാതൃഭാഷയിലാണ്, ഇനി കഴിയുമെങ്കിൽ 8ാം ക്ലാസ് വരെയും. അപ്പം അത് കഴിഞ്ഞും വേണമെങ്കിൽ പോകാം. അപ്പം അടിച്ചേൽപ്പിക്കുന്നില്ല, 2 ഇന്ത്യൻ ഭാഷകൾ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ തമിഴും മലയാളവും ആയിക്കൂടാ, അല്ലെങ്കിൽ തമിഴും തെലുങ്കും ആയിക്കൂടാ, ഹിന്ദി എന്നത് അവിടെ വരുന്നില്ല. അപ്പം തമിഴ്നാട്ടിൽ പക്ഷേ തമിഴ് മാത്രമായി മാറുകയാണ്. അപ്പോൾ ഇംഗ്ലീഷും തമിഴും മാത്രം മതി. ഹിന്ദി അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷകളെല്ലാം തന്നെ തമിഴ്നാടിൻ്റെ പടിക്ക് പുറത്തു നിർത്തുന്ന ആ സമീപനത്തിന് ഒരുപക്ഷെ ദേശീയ ഉദ്ഗ്രഥനത്തിൽ ചേരുന്നതല്ല എന്നൊരു പൊതുവികാരം ഉണ്ട് ദേശീയ തലത്തിൽ. പക്ഷേ തമിഴ്നാട്ടിൽ തമിഴ് തന്നെയാണ് ഈ യഥാർത്ഥ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നേട്ടമുണ്ടാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ ഈ അണ്ണാമലയ്ക്ക് പോകാനാവില്ല. കാരണം അത് തീർച്ചയായിട്ടും തിരിച്ചടിയാകും, BJPക്ക് തിരിച്ചടിയാകും. അതേസമയം തമിഴ് വികാരത്തെ ആളിക്കത്തിക്കാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാവുമോ എന്ന ചിന്തയിലായിരിക്കും BJP. അതുകൊണ്ട് നയം മാറ്റിപ്പിടിക്കുക എന്നതല്ലാതെ, പക്ഷേ ഇപ്പോൾ ദേശീയത പറഞ്ഞേ പറ്റൂ, BJPക്ക് അത് പറഞ്ഞെങ്കിലേ പറ്റൂ. അതുകൊണ്ട് തീർച്ചയായും BJP നേതാക്കളെല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ തമിഴ്നാടിനെ പരമാവധി കൾച്ചറൽ ലിഫ്റ്റ്, അത് രാമായണത്തിൻ്റെ രൂപത്തിലാകട്ടെ, ഇപ്പോൾ കമ്പരാമായണത്തെ ഉൾപ്പെടെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, അതായത് ഒരു വേറിട്ട സീക്വലുകളാണ്. ഇപ്പം ദേശീയ തലത്തിൽ പാൻ ഇന്ത്യ തലത്തിലുള്ള കൾച്ചറൽ എപ്പിക്കുകൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ തിരുക്കുറലിന് തമിഴ്നാടിന് പുറത്തും അസ്തിത്വം ഉണ്ടാകുന്ന രീതിയിൽ BJPക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ഒരുക്കാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, സംഘ സാഹിത്യം അതാണല്ലോ തമിഴിൻ്റെ ആത്മാവിഷ്കാരമാണ്. സംഘ മുതൽ ചങ്കം, ഇടൈച്ചങ്കം, ഇതർച്ചങ്കം, ഈ സംഘങ്ങളെല്ലാം ചേർന്നുണ്ടാക്കിയ അകനാനൂറ്, പുറനാനൂറ്, പതിറ്റിപ്പട്ട്, നറ്റിണൈ, പരിപാടൽ വിഖ്യാതമായ പുസ്തക സമാഹാരങ്ങളാണ്. അപ്പോൾ വലിയ ഒരു സംസ്കാരവും ഭാഷയും എല്ലാം ഉണ്ട്. അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്. ആ ഭാഷയുടെ കൂടെ ബലത്തിലാണ് പൊളിറ്റിക്കലി മുൻകാലങ്ങളിലൊന്നും അശോകൻ്റെ മൗര്യ സാമ്രാജ്യത്തിന് തമിഴകത്തേക്ക് കടന്നു കയറാനായില്ല, കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും. അന്ന് ഒരുമിച്ച് 2000 വർഷം മുൻപ് അല്ലെ 2500 വർഷം മുൻപ് തമിഴകം, പ്രാചീന തമിഴകം എന്ന് പറയുന്നത് ഹൈലി ഇൻസുലേറ്റഡ് ആണ്. വടക്ക് നിന്നും ഒരാക്രമണവും വന്നിട്ടില്ല. തമിഴകത്തിൻ്റെ ബന്ധം എക്കാലത്തും, പ്രത്യേകിച്ചും ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങളുടെ ചരിത്രപരമായ ബന്ധം എക്കാലത്തും വൈദേശികമായിരുന്നു. കാരണം അറബി നാട്ടുകളിൽ നിന്നും ചൈനയിൽ നിന്നും ഗ്രീക്കുകാരും റോമൻസും എല്ലാം തന്നെ നമ്മുടെ കടലുകളിലൂടെ തമിഴകത്തേക്ക് വന്നിരുന്നു. പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്നുമുള്ള സ്വാധീനം വന്നത് ഒരു ബ്രാഹ്മണിക്കൽ ഓർഡർ വന്നപ്പോൾ മുതലാണ്. 8, 9, 10 നൂറ്റാണ്ടുകൾ മുതലാണ് ആ രീതിയിലുള്ള ബന്ധം തന്നെ വന്നത്. അതുകൊണ്ട് അത് സാമാന്യം പുതിയ ബന്ധമാണ്. അതുകൊണ്ട് വലിയ കലർപ്പില്ലാതെ, ദേവനാഗരി സ്ക്രിപ്റ്റിൻ്റെ കലർപ്പില്ലാതെ, ഹിന്ദിയുമായും അല്ലെങ്കിൽ സംസ്കൃതവുമായും വലിയ ബന്ധമില്ലാതെ ഇൻസുലേറ്റഡായി നിന്ന ഒരു ഭാഷയും സംസ്കാരവും അതിൽ നിന്നുണ്ടായ ഒരു ജീവിത രീതിയും പെരുമാറ്റ രീതിയും ഇതെല്ലാം തന്നെ
നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കുകയാണ് തമിഴ്നാട്ടിലെ മുഖ്യധാരാ കക്ഷികളെല്ലാം. അതുകൊണ്ടാണ് ഇപ്പോൾ എനിത്തിങ് യു സേ അഗൻസ്റ്റ് ഹിന്ദി വിൽ ബി എ ട്രെൻഡിങ് ഇൻ തമിഴ്നാടു. അത് മനസ്സിലാക്കി തന്നെയാണ് അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൃത്യമായ സ്റ്റഡിയും കൃത്യമായ റോഡ് മാപ്പും കൃത്യമായ അജണ്ടയും തന്നെയാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പോസിറ്റീവാണെന്ന് പറയാനൊക്കില്ല, അത് ഫെഡറൽ സ്ട്രക്ചറിനെ ആകുന്നില്ലെങ്കിലും അത് ക്ലിക്ക് ആകുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ തന്ത്രം മാറ്റി പിടിക്കാതെ BJP എന്ത് ചെയ്യും? ഈ അജണ്ടയിലാണ് സ്റ്റാലിൻ നിൽക്കുന്നതെങ്കിൽ ആ പൊളിറ്റിക്കൽ അജണ്ടയെ ഡിഫെൻഡ് ചെയ്യാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ചർച്ച തുടരുമ്പോൾ ഭാഷാ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയത്തെ കൂടുതൽ മുന്നോട്ട് വെക്കാൻ സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മിടുക്ക് തന്നെയാണ്. പ്രധാനമായിട്ട് ഇപ്പൊ ഇനി ഈ ഭാഷയിൽ നിന്ന്, ത്രിഭാഷാ നയത്തിൽ നിന്നും വിദ്യാഭ്യാസ നയത്തിൽ നിന്നുമെല്ലാം മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുകയാണ് വിവേചനം എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് അതൊരു ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ജനസംഖ്യാ നിയന്ത്രണം പാലിച്ചതുകൊണ്ട് ഈ തരത്തിലുള്ള വിവേചനത്തിലൂടെ എന്തിന് കടന്നു പോകണം തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഈ പോയിന്റ് ആളിക്കത്തിക്കാൻ കൂടി വേണ്ടിയാകാം ഒരു പക്ഷേ ഭാഷാ വികാരത്തെ ചേർത്ത് പിടിക്കുന്നുണ്ടാവുക സ്റ്റാലിൻ. അല്ല അതെന്നാ ഇപ്പൊ ഇത് ആളിക്കത്തിക്കുന്നു, തമിഴ്നാട് വികാരം, തമിഴ് വികാരം ആളിക്കത്തിക്കുന്നു ഈ മാധ്യമങ്ങളിൽ കൂടെ പറയുന്നതും കേൾക്കുന്നതല്ല. നമ്മളിവിടെ പ്രത്യേകിച്ച് കത്തലൊന്നും കാണുന്നില്ല ഇതുവരെ. കാര്യം ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ ഈ കാലത്ത് 21ാം നൂറ്റാണ്ടിലെ ഈ സാധാരണക്കാരുടെ ഇടയിൽ ഇതിന് എത്രത്തോളം സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ, അവിടെയാണല്ലോ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് വരേണ്ടത്. അതെന്തായാലും ഇതുവരെ കാണുന്നില്ല. അല്ല, മാർച്ച് 22-ന് ഒരു വലിയ പ്രതിഷേധമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളെ, പല സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ആളിക്കത്തിക്കൽ തന്നെയാണ് ഏകദേശം പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്റ്റാലിൻ, റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ. ആകട്ടെ. ഇനി വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഇതൊരു വലിയ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായാൽ തന്നെ ഈ വികാരം മിൽക്ക് ചെയ്യാൻ വേണ്ടി എത്ര പേരുണ്ടെന്നേ തമിഴ്നാട്ടില്. ഞങ്ങളാണ് വലിയ ഭാഷാ സ്നേഹികൾ, ഞങ്ങളാണ് യഥാർത്ഥ തമിഴൻ, ഞങ്ങളാണ് യഥാർത്ഥ തമിഴ് സംസ്കാരത്തിന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ഒരു BJP ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുകയാണ്. ഇത് എത്ര പേർക്ക് വീതിച്ചു പോകും എന്നുള്ളതും കൂടെ ഒരു പ്രശ്നമാണ്. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും BJPക്ക് വളരെ വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അണ്ണാമലയെ പോലെ വളരെ നന്നായിട്ട് ഒന്നായിട്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ്, നോക്കൂ ഇവർ നിങ്ങളെ പറ്റിക്കുകയാണ്, ഇത്രയും കാലം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസ് ക്യാമ്പയിൻ നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ അതിനും വലിയൊരു സ്വീകാര്യത ലഭിക്കും, അതിന് സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം ശ്രീ CB സത്യൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഒരു ഫാക്ടറാണത്. കാര്യം 65-ന് ശേഷം ഒരു ദേശീയ കക്ഷിയെ തമിഴ്നാട് അടുപ്പിച്ചിട്ടില്ല, സത്യമാണത്. പക്ഷെ എന്തുകൊണ്ടാണത്? ആ ദേശീയ കക്ഷി, ഇപ്പൊ ആകെ ഉണ്ടായിരുന്ന ദേശീയ കക്ഷി ഏതായിരുന്നു? ഇത്രയും കാലം ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു വേരോട്ടം ഉണ്ടായിരുന്ന ഒരു ദേശീയ കക്ഷി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു. അവർക്ക് ആ വികാരം എങ്ങനെ തമിഴ്നാടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഈ പറഞ്ഞ പോലെ ഡേർട്ടി ട്രിക്സ് മാത്രം ഫോളോ ചെയ്തിരുന്ന ഒരു പാർട്ടി. അവിടെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡറും ഇല്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ ആ പാർട്ടി അവിടെ തീർന്നു പോകും. അതാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് ലീഡർ ഉണ്ടോ? ഇല്ല. ചിദംബരം ഒക്കെ ഉണ്ട് പറയാമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എത്ര ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടായിരുന്നു? അതുണ്ടായിരുന്നില്ല. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയെ പോലെയുള്ള ശരിയായ ഒന്നാന്തരം തമിഴൻ, നമ്മൾ അങ്ങനെയൊന്നും പറയുന്ന ആ പ്രയോഗം ഒന്നും ശരിയല്ല, എങ്കിലും നമ്മളത് അതിനെ ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രം എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വന്ന് അദ്ദേഹം ആ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ മുഴുവൻ സമർപ്പണത്തോടും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി, ഇത്രയും കാലം ഞാനൊരു തമിഴനാണ്, ഈ തമിഴ് പുത്രനാണ് ഞാനും നിങ്ങളുമടക്കമുള്ള ഈ മഹാജനതയെ ഈ പതിറ്റാണ്ടുകളോളം ഇവർ പറ്റിക്കുകയായിരുന്നു. ഈ കുടുംബവാഴ്ച, ഇവർ നടത്തിയ അഴിമതിയുടെ കഥകൾ, ഇവർ നടത്തിയ ഈ തമിഴ് വികാരം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ ഇത്രയും കാലം നടത്തിയ അഴിമതി കഥകളും പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കേൾക്കാൻ തമിഴ് ജനത തയ്യാറാകും. അത് ഇത്രയും കാലം ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ആ ഒരു പോസിറ്റീവ് രാഷ്ട്രീയ പ്രവർത്തനം തമിഴ്നാട് കണ്ടിട്ടില്ല കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട്.
അത് തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു രാഷ്ട്രീയ അനുഭവമായിരിക്കും. അവർ അതിനെ നെഞ്ചോട് ചേർക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ സിബി സത്യം പറഞ്ഞു, ഈ ഭാഷയുടെ അതിർവരമ്പുകളൊക്കെ ഇല്ലാതാവുകയാണ്. ഈ ലോകം ഇന്ന് വളരെ ചെറുതായിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഇവർക്ക് ഇപ്പോഴും 60കളിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. അത് ഇനിയും വരും മാസങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് പിന്നെ ഡീലിമിറ്റേഷന്റെ കാര്യം, ഈ ഡീലിമിറ്റേഷന് തമിഴ്നാടിന് എന്ത് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് എന്ത് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇത് എത്രയോ കാലമായിട്ട് ജനസംഖ്യക്കനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണം കൂടുക എന്നുള്ളത് ഈ നാട്ടിൽ ഇവിടെ ഭരണഘടനയും ഈ നാട്ടിലെ നിയമമാണത്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. 2001 25 വർഷത്തേക്ക് നിർത്തിവെച്ചു. ഇതിന്റെ കാലാവധി ഇപ്പോൾ കഴിയുകയാണ്. അതൊരു ഡ്യൂ പ്രോസസ് പോലെ നടക്കുകയാണത്. അതിൻ്റെ അകത്ത് ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാകുന്നു. അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഉള്ള ജനപ്രതിനിധികൾക്ക് ഒരെണ്ണത്തിന് കുറവും വരുന്നില്ല. ഇവിടുന്ന് കേരളത്തിന്റെ പ്രാതിനിധ്യം കുറയുന്നില്ല, തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കുറയുന്നില്ല, യുപിയുടെ പ്രാതിനിധ്യം കൂടുന്നു എന്നുള്ളതാണ്. എന്തിനാണ് നീ വല്ലവനെ നോക്കി നിൽക്കുന്നത്? അവനവന്റെ കാര്യം നോക്കിയാൽ പോരെ. ഇതൊന്നും ഈ ഡീലിമിറ്റേഷൻ എന്നുള്ള പറയുന്ന സാധനമൊന്നും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമാണെന്നേ. അത് ബുദ്ധിമുട്ടാണ്. ഇവർക്ക് എഫക്റ്റീവായിട്ട് അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത്, ഇവർക്ക് ചെയ്ത് പരിചയമുള്ള ഒരേ ഒരു കാര്യം ഈ ഭാഷാ വികാരം ഇളക്കി വിടുക എന്നുള്ളതല്ലാതെ അതാണ് അല്ല. ശരി, അപ്പോഴും ശ്രീ ഷാബു പ്രസാദ്, അണ്ണാമലൈ എന്ന് പറയുന്നത് ഈ ഒറ്റയാനായിട്ട് എത്ര കാലം നിൽക്കും? ADMK BJP ആയിട്ടുള്ള അലയൻസ് വിട്ടിട്ട് പോയി. പാർട്ടിക്കകത്ത് തന്നെ അണ്ണാമലൈ ഒറ്റയാനായി നിൽക്കുന്ന ഒരു സാഹചര്യമില്ലേ? ഒറ്റയ്ക്ക് നിന്ന് അണ്ണാമലൈ പൊരുതി ഈ ഒരു ക്യാമ്പയിനിലേക്ക് കടക്കുമെന്നാണോ? ആ തരത്തിലുള്ള ഒരു പിന്തുണ BJPയിൽ അണ്ണാമലൈക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കാര്യം നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നോക്കും. എന്തുകൊണ്ട് ഇപ്പോൾ ഈ കേരളത്തിലിരുന്നും നമ്മുടെ ഈ ചർച്ചയിലും അണ്ണാമല എന്തുകൊണ്ടൊരു ചർച്ചാ വിഷയം? എല്ലാ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും അണ്ണാമല ഒരു ചർച്ചാ വിഷയമാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അപർണ, നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും അതുകൊണ്ടാണ്. കാര്യം അണ്ണാമലയെ അവഗണിക്കാനാവില്ല, അണ്ണാമലയെ ഒഴിവാക്കാനാവില്ല. അണ്ണാമലയെയും അതിലൂടെ അവിടെ ഉണ്ടാകുന്ന BJPയുടെ ഒരു സാധ്യതകളെയും അവഗണിക്കാൻ കഴിയില്ല. കാര്യം പറഞ്ഞല്ലോ, ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി ഒരു തമിഴ് മുഖം തമിഴ്നാട്ടിൽ വേരോട്ടം നേടുന്നു എന്നത് ഈ കാമരാജിന് ശേഷം 60കളിൽ കാമരാജിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അത് തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. ഈ പുതിയ അനുഭവങ്ങളെ എപ്പോഴും പുതുതലമുറയ്ക്കും ജനങ്ങൾക്കും അവർക്ക് താല്പര്യം കൂടും. പ്രത്യേകിച്ച് പുതുതലമുറ വോട്ടർമാർക്ക്. ഒന്ന് ആലോചിച്ച് ഇപ്പോഴത്തെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ് വികാരമൊന്നും പ്രശ്നമല്ലെന്ന്. തമിഴ് വികാരം, തമിഴ്നാട്, തമിഴിന്റെ വികാരം, ഹിന്ദി കൊല്ലാൻ വരുന്നു, തിന്നാൻ വരുന്നു, ഇതൊക്കെ പറയുന്നത് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുടെ അടുത്താണ്. അവർ പോയി പണി നോക്കാൻ പറയും. നിങ്ങൾ എന്താ പറയുന്നത്? അവരിന്ന് ജീവിക്കുന്ന ലോകം ഏതാണ്? ആ യൂത്തിന്റെ ജനങ്ങളുടെ ഒക്കെ, അതായത് ആ യൂത്താണ് ജനങ്ങളുടെ അടുത്ത് ഇൻഫ്ലുവൻസ് ഉള്ളവർ. ചെറുപ്പക്കാരാണ്, ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിറ്റിയാണത്. മറ്റവരെയാണെങ്കിൽ ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനുള്ള ഒരു വീട്ടിൽ ആ ചെറുപ്പക്കാരന്റെ ചിന്തകൾക്ക് സ്വാധീനമുണ്ടാകും. അവിടെ ചെന്ന് തമിഴ് വികാരം കൊല്ലാൻ വരുന്നു, ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വരുന്നു. വേണമെന്നേ, ഞങ്ങൾക്ക് ഹിന്ദി പഠിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഹിന്ദി സിനിമ കാണണം, ഞങ്ങൾ ഈ ലോകം ഇവിടെ വിട്ട് യാത്ര ചെയ്യുന്നവരാണ് എന്ന് ചിന്തിക്കുന്ന തമിഴ് യുവാക്കളുടെ അടുത്താണ് ഈ സ്റ്റാലിനെ ഈ പഴകി തുരുമ്പിച്ച 60കളിലെ നമ്പറുമായിട്ട് ചെല്ലാൻ പോകുന്നത്. നമുക്ക് കാണാം. ഓക്കെ, ശരി. എനിക്ക് അറിഞ്ഞൂടാ അത് ഏത് തരത്തിലാണ് ആ തമിഴ് വികാരം, അതൊരു കണക്ക് വെച്ചിട്ടാണോ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ശ്രീ CB സത്യൻ, അണ്ണാമലയുടെ വിഷയം 10,000
കോടിയുടെ മാൽ പ്രാക്ടീസ്, എക്സൈസ് ടെൻഡറുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അല്പം മുൻപ് അണ്ണാമലൈ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി DMK ഡീലിമിറ്റേഷനെ കുറിച്ച് പറയുന്നു, രൂപയുടെ ലോഗോ മാറ്റുന്നു, ത്രിഭാഷാ നയത്തെ വിമർശിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാതലായിട്ടുള്ള ചില വിഷയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് BJP എന്ന് പറയുന്നു. അത് ക്ലിക്കാകും, പുതിയ തലമുറ അതുകൂടി പരിഗണിക്കും, അങ്ങനെ മാറുമെന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. അതായത് BJPയുടെ ആ നയമായിരിക്കും പുതുമയോടുകൂടി പുതിയ തലമുറ ഏറ്റെടുക്കുക. അത്രയും മാറിയിട്ടുണ്ടോ തമിഴ്നാട്ടിൽ പുതിയ തലമുറ? അപർണ, അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് എനിക്ക് വേറൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അതായത് ഈ BJP-യിലെ പ്രത്യേകിച്ച് കേരളത്തിലെ BJP-ക്കാരുടെ ഒരു വലിയ നഷ്ടസ്വപ്നമാണ് ഈ അണ്ണാമലൈ. കാരണം BJP-ക്കാർക്ക്, കേരളത്തിലെ BJP-ക്കാർക്ക് കിട്ടാതെ പോയൊരു നേതാവ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കാരണം BJP-ക്ക് കേരളത്തിൽ വളരെ കുറെ കൂടെ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ 12%-നും 15%-നുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് തട്ടിമുട്ടി കിടക്കുന്നത് ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നും, ഈ നല്ല ലീഡർഷിപ്പ് ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ BJP-ക്ക് കുറെ കൂടെ വളർച്ച ഉണ്ടാകുമായിരുന്നെന്നും BJP-ക്കാർ തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും തുറന്നു പറയുന്ന കാര്യങ്ങൾ അതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ BJP ലീഡർഷിപ്പ് വളരെ മോശമാണെന്നും, ഈ അണ്ണാമലൈയുടെ ലീഡർഷിപ്പ് തമിഴ്നാട്ടിൽ ഭയങ്കര ഗംഭീരമാണെന്നും, അതുപോലൊരു നേതാവ് ഞങ്ങൾക്കുണ്ടാകണമെന്നും ഉള്ള ഒരു സ്വാഭാവികമായ BJP-ക്കാരന്റെ ആഗ്രഹത്തിന്റെ ബൃഹസ്ഫുരണമാണ് ശ്രീ ഷാബു പ്രസാദിന്റെ വാക്കുകളിലൂടെ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കിടയിൽ ആശയവും ആവേശവും ഒക്കെ വിതറുന്ന ഒരു നേതാവ് തന്നെയാണ് അണ്ണാമലൈ. പക്ഷെ അണ്ണാമലൈക്ക് ഈ ആശയവും ആവേശത്തിനും അപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ BJP-യുടെ വേരോട്ടം സാധ്യമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈയുടെ തീരുമാനങ്ങളും ഗംഭീരമായി പരാജയപ്പെട്ടു. ADMK ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് കുറേയധികം സീറ്റുകളും കുറേയധികം വോട്ട് ഷെയറും ഒക്കെ നേടിയെടുക്കാമെന്നുള്ള വ്യാമോഹമായിരിക്കുന്നു. ഇനി അടുത്ത ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ ഒരു ഫ്രീ റൈഡ് അണ്ണാമലൈക്ക് BJP കൊടുത്തേക്കും. അതിനപ്പുറത്തേക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒരു പരീക്ഷണം എനിക്ക് 10, 12, 15 വർഷത്തേക്ക് തുടർന്ന് പരാജയപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ BJP ക്രിയേറ്റ് ചെയ്യുമെന്ന്, BJP കേന്ദ്ര നേതൃത്വം ക്രിയേറ്റ് ചെയ്യുമെന്ന് കരുതുന്നില്ല. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ട ഒരു പരീക്ഷണം തുറന്നുകൊണ്ട് പോകുന്നത്. ബാക്കി തമിഴ്നാട് പോലുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് അവർക്ക് വേര് പിടിക്കേണ്ട ഒരു സ്ഥലത്ത്, അവർക്ക് സഖ്യമായി മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് അത്തരം ഒരു അവസ്ഥ അവരിനി വിട്ടുകളയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പരിശ്രമം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാകാം പരമാവധി അണ്ണാമലൈക്ക് കിട്ടാൻ ഉള്ള ആയുസ് എന്ന് പറയുന്നത്, അതായത് BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അണ്ണാമലൈക്ക് കിട്ടാവുന്ന അവസാന അവസരം ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് അതിനകത്ത് കൃത്യമായി പെർഫോം ചെയ്യാൻ BJPക്ക് സാധിച്ചില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അണ്ണാമലൈക്ക് ആയുസ് ഉണ്ടാവില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ BJP നേതൃത്വം, കേരളത്തിലെ BJPയുടെ ശരാശരി അണികൾ, രണ്ടാംനിര നേതാക്കന്മാർ തൊട്ട് താഴോട്ട് ഏറ്റവും താഴെയുള്ള അണികൾ വരെയുള്ളവരുടെ ഒരു വലിയ ഹീറോ ആണ് അണ്ണാമലൈ. കാരണം തങ്ങൾക്ക് കിട്ടാതെ പോയൊരു നേതാവ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവർ അണ്ണാമലയെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം എന്തായിരുന്നു ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കാമോ? അതായത് ഞാൻ ചോദിച്ചത് ഈ 1000 കോടിയുടെ അഴിമതിയൊക്കെ നടക്കുന്നു എന്നൊക്കെയാണ് BJP പറയുന്നത്. അണ്ണാമലൈ അല്പം ഇത് രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ശ്രീ ഷാബു പ്രസാദ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടെ ഞാൻ മറുപടി പറയാം. അതായത് ഡീലിമിറ്റേഷൻ വന്നാൽ എന്ത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഈ കണക്കിന്റെ അടിസ്ഥാന പാഠങ്ങൾ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം കേരളത്തിന്റെ ഷെയർ കുറയുന്നില്ലല്ലോ, UPയുടെ കൂടുന്നല്ലേ ഉള്ളൂ. അപ്പൊ UPയുടെ ഷെയർ കൂടുമ്പോൾ പെർസെന്റേജ് വൈസ് കേരളത്തിന്റെ ഷെയർ കുറയല്ലേ. അപ്പം 500 സീറ്റുള്ള ഒരു സ്ഥലത്ത് 50 സീറ്റിന്റെ പെർസെന്റേജ് അല്ലല്ലോ 800 സീറ്റുള്ള ഒരു സ്ഥലത്ത് 50 സീറ്റിന്റെ പെർസെന്റേജ്. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ തെക്കൻ സംസ്ഥാനങ്ങളുടെ വിലപേശൽ ശേഷി മാരകമായി കുറയുകയാണ്. അതായത് ഡീലിമിറ്റേഷൻ വരികയും മര്യാദയ്ക്ക് ജനസംഖ്യാ നിയന്ത്രണവും മര്യാദയ്ക്ക് ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ പ്രതിഫലമായി കൂടുതൽ സീറ്റ് കിട്ടുകയും ഭരണത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാവുകയും കൂടുതൽ വിലപേശൽ ശേഷി ഉണ്ടാവുകയും ചെയ്യുകയും ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭരണം ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സേയും ഇല്ലാതെ, അല്ലാതെ അവർക്ക് ഒരു സ്വാധീനവും ഇല്ലാതെ അവർ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഡീലിമിറ്റേഷൻ പോകുന്നത്. ആക്ച്വലി സ്റ്റാലിൻ നടത്തുന്ന ഈ മുന്നേറ്റം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനം, കാരണം കോൺഗ്രസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ രക്തസാക്ഷിയാവാൻ പോകുന്നത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ എതിർപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതിന്റെ കുന്തമുനയാകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്, സ്റ്റാലിന് പോലും അല്ല.
അത് കോൺഗ്രസ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയറായ ഒരു സാഹചര്യത്തിൽ സ്റ്റാലിൻ അത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ സംഗതിയാണ്. കാരണം ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് സീറ്റ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു പദ്ധതിയല്ല, മറിച്ച് BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിക്കുകയും അത് വെച്ചിട്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്പം പോലും ആശ്രയിക്കാതെ അധികാരത്തിൽ തുടരാനുള്ള ഒരു പദ്ധതിയുടെ ഗൂഢപദ്ധതി. അപ്പൊ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ന്യായമായ അവകാശമാണ്. കാരണം ഇല്ലെങ്കിൽ ഈ 4-5 സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മുഖ്യധാരയിൽ ഒരു ചലനവും ഉണ്ടാകാതെ അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമരം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞതുപോലെ ഭരണത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോ ഒരു പ്രതിപക്ഷം ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഇല്ല, അല്ലെങ്കിൽ ആ പ്രതിപക്ഷമായിട്ട് അണ്ണാമലൈ മാറുന്നു എന്ന് പറയുന്നതൊക്കെ അണ്ണാമലയുടെ ഈ എന്താ പറയുക നല്ല എഫർട്ടുകളാണ്, ജനാധിപത്യത്തിന്റെ നല്ല ഉദാഹരണങ്ങളാണ്. അദ്ദേഹം അത് തുടരുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനെ ഈ മറ്റു സംഭവമായിട്ട്, അതായത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന സംഭവമായിട്ടും അല്ലെങ്കിൽ അതുമായിട്ട് ഈ ഡിലിമിറ്റേഷനുമായിട്ടൊന്നും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. രണ്ട് കൂട്ടരും ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രണ്ട് വിഷയങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഒന്നിനെ വിസ്മരിച്ചുകൊണ്ട് മറ്റേലേക്ക് പോവുകയല്ല, രണ്ടും ഒരേ തന്നെ നേരിട്ട് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളാണ്. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി, അതായത് BJPയുടെ ഭാവി, അണ്ണാമലയുടെ ഭാവി, അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മണ്ഡല പുനർനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെഡറലിസത്തെ ധ്വംസിക്കുകയാണ് ആ നിലപാട് എന്ന് സ്റ്റാലിൻ പറയുകയും അതിന് മേമ്പൊടിയായിട്ടോ അതിന് ശക്തി പകരാനാണോ ഈ ഭാഷാവാദമൊക്കെ എന്ന് അംഗീകരിച്ചാൽ പോലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാം പിന്തുണ നേടിയെടുത്തുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അതിലൊരു സാങ്കത്യമില്ലേ? അതിൽ ന്യായീകരിക്കാവുന്നത് അതിലൊരു സാങ്കത്യമുണ്ട്. സ്റ്റാലിൻ പറയുന്നത് ഒരുപക്ഷെ ഒരു പരോക്യലിസമാണെന്ന് പൊതുവെ തോന്നാമെങ്കിലും ഒരു ഫെഡറൽ പ്രിൻസിപ്പിൾ അതിനകത്തുണ്ട്. ഒരു സമയത്ത്, കാരണം ഇന്ത്യ രൂപീകരിക്കുന്ന സമയം 47 ഇന്ത്യ രൂപീകരണ സമയത്ത് പല നാട്ടുരാജ്യങ്ങളായി നിന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് മോചിതരായി ബ്രിട്ടീഷ് പ്രോവിൻസസ്, നാട്ടുരാജ്യങ്ങൾ ഒരു മിനിമം പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന രൂപത്തിൽ എല്ലാവരും കൂടി ചേർന്ന് വന്നത്. ഇൻറ്റിഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ദേശീയ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടെ തമിഴ്നാടിന് ഭാഷാപരമായ ഒരു അസ്തിത്വം 56 മുതൽ ഉള്ള ഒരു അസ്തിത്വമുണ്ട്, ഭാഷാപരമായ അസ്തിത്വമുണ്ട്. അതിന് ഒരു വിലപേശൽ ശക്തിയുമുണ്ട്. അത് അന്നത്തെ തമിഴ് ജനതയുടെയും കൂടെ വിലപേശൽ ശക്തിയാണ് കേരളത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 71 ഡിലിമിറ്റേഷൻ സമയത്ത് 71 സെൻസസ് അനുസരിച്ച് 39 സീറ്റാണ് തമിഴ്നാടിനുള്ളത്, 20 സീറ്റാണ് കേരളത്തിനുള്ളത്, 28 സീറ്റാണ് കർണാടകത്തിനുള്ളത്, അവിഭക്ത ആന്ധ്രയ്ക്ക് 42 സീറ്റ്, അങ്ങനെ മഹാരാഷ്ട്രക്ക് 48, ഇങ്ങനെ പോകുന്നു. ഇവിടെ കാതലായ മാറ്റം വരികയാണ്. അന്ന് 71 ഏതാണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ ഏതാണ്ട് 540 കോടിയാണ്. അങ്ങനെയെങ്കിൽ 10 ലക്ഷം പേർക്ക് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിലാണ് ലോക്സഭയിലെ അംഗസംഖ്യ തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഇപ്പോൾ 142 കോടി 1.42 ബില്യൺ ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വളരെ കൂടും. ഇനി കുറച്ചുകൂടി കൺസർവേറ്റീവ് എസ്റ്റിമേറ്റിൽ വെച്ച് നോക്കിയാലും ഒരു 700 മുതൽ 800 വരെ പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാകും. ഇവിടെ തമിഴ്നാടിൻ്റെയും ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും എണ്ണം കുറയുന്നില്ല. തീർച്ചയാണ്, ശരിയാണ്, അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. 39 തന്നെ നിൽക്കും തമിഴ്നാട്, 20 തന്നെ നിൽക്കും കേരളം. പക്ഷേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബീഹാറും ഉത്തർപ്രദേശും ഹരിയാനയും പിന്നെ അതുപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിലെല്ലാം വളരെ വലിയ എണ്ണം ലോക്സഭാ അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയുടെ ഒരു വിലപേശൽ ശക്തി, ആ വാക്കാണ് സെബി സത്യൻ ഉപയോഗിച്ച് ഞാനും അംഗീകരിക്കുന്നു, വിലപേശൽ ശക്തി കുറയുന്നു. ഇവിടെയാണ് നമ്മൾ അമേരിക്കയെ ഒന്ന് നോക്കി കാണണം. അമേരിക്കയിൽ 13 ബ്രിട്ടീഷ് കോളനികൾ ചേർന്നാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഉണ്ടായത്. അപ്പോൾ അന്ന് കൊടുത്തൊരു ഉറപ്പാണ്, ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ ചെറുതും വലുതുമായ സംസ്ഥാനങ്ങളുണ്ട്. മുൻപ് സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നതാണ്. ഈ സ്വതന്ത്ര ബ്രിട്ടീഷ് കോളനികളായിരുന്ന ഈ 13 എണ്ണത്തിന് തുല്യത ഉണ്ടാകണം. പിന്നീട് 50 സംസ്ഥാനങ്ങൾ ചേരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ശക്തമായൊരു ഫെഡറൽ സംവിധാനം ഉള്ളതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ പാർലമെന്റിന്റെ അധോമണ്ഡലം, കോൺഗ്രസിന്റെ ഉപരിമണ്ഡലമായ സെനറ്റ്, അതാണ് ശക്തമായ മണ്ഡലം. അവിടെ ചെറുതും വലുതുമായ എല്ലാ സംസ്ഥാനങ്ങൾക്കും 2 റെപ്രസെന്റേറ്റീവ് വീതമാണ്, 2 സെനറ്റേഴ്സ്. അതേസമയം ജനപ്രതിനിധി സഭയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. പക്ഷേ ഇന്ത്യയിലെ ഉപരിമണ്ഡലമായ രാജ്യസഭയിൽ, ഫെഡറൽ ചേംബർ കൂടിയായ രാജ്യസഭയിൽ 250 അംഗങ്ങളിൽ എല്ലാ സംസ്ഥാനത്തിനും അവരുടെ ജനസംഖ്യ അനുസരിച്ച് വ്യത്യസ്തമായ MP-മാരാണുള്ളത്. അതുകൊണ്ടൊരു ഫെഡറൽ പാരിറ്റി അല്ലെങ്കിൽ ഫെഡറൽ അമിറ്റി ആൻഡ് ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സ്ട്രക്ചറലി കഴിയുന്നില്ല. ഇത് ലോക്സഭയുടെ അംഗസംഖ്യയിൽ കൂടി
വളരെ വലിയ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് രാജ്യസഭയിലും വ്യത്യാസം ഉണ്ടാകും. തീർച്ചയായും. അങ്ങനെയെങ്കിൽ ആ ഫെഡറലിസം, അതാണ് സ്റ്റാലിൻ ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ വിളിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അത് തന്നെയാണ്. തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഏത് മാർഗവും അവലംബിക്കാം എന്നുള്ളതാണ്. ഡീലിമിറ്റേഷൻ ഫെഡറലിസത്തെ തകർക്കുകയാണ് എന്ന വാദം മുന്നിൽ വയ്ക്കാൻ ഭാഷാവാദത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് സ്റ്റാലിൻ. അതിലൊരു രാഷ്ട്രീയ നീതീകരണമുണ്ട്. അത് ഡിഫെൻഡ് ചെയ്യാൻ തമിഴ്നാട്ടിൽ BJPയുടെ ഇപ്പോഴത്തെ നിലപാടിനും അണ്ണാമലൈ എന്നൊരൊറ്റ നേതാവിനും മാത്രമായിട്ട് കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെയാണ്. 2026 വരെ ആ നിലപാടിൽ നിന്ന് DMK പിറകോട്ട് പോവുകയില്ല. അതിനൊപ്പം നിൽക്കാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് തരവുമില്ല. ഏതായാലും പൂർണ്ണമാകുകയാണ് സ്പെഷ്യൽ ഡിബേറ്റ്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ഷാബു പ്രസാദ്, ഒപ്പം ശ്രീ CB സത്യൻ. നമസ്കാരം.